മാനവസഞ്ചാരം സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഏറ്റവും ചേർത്തുവെക്കലിൻ്റെ ഒരു സന്ദേശമാണ് ലോകത്തിന് കൊടുത്തത്. മനുഷ്യൻ എത്ര മനോഹരമായ പദം എന്നതാണ് മാനവസഞ്ചാരത്തിലൂടെ എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞ സന്ദേശം. ഇത് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം അതിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെല്ലാം ഒട്ടേറെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മാനവസഞ്ചാരം എന്നത് പ്രസക്തമാണ്. സൗഹൃദത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശത്തിനൊപ്പം തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ആരംഭിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടന നമ്മൾ ജനങ്ങളാണ് എന്ന് ആയിരം വട്ടം പറയുകയാണ്. ആ നമ്മളെ ആകെ ചേർത്തു നിൽക്കാൻ വലിയ രാഷ്ട്രീയ തീരുമാനങ്ങളും രാഷ്ട്രീയമായ പ്രതിരോധവും കൂടി ആവശ്യമായൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഒരു കാര്യം മാത്രം വിനയപൂർവ്വം ഈ സദസ്സിനോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഇന്ത്യൻ മതനിരപേക്ഷതയെ കാത്തുസൂക്ഷിക്കുവാനുള്ള പോരാട്ടമെന്നത് മതനിരപേക്ഷമായ പോരാട്ടങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. SYS മുന്നോട്ട് വയ്ക്കുന്നത് പോലുള്ള മാനവ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിനു മാത്രമേ മതനിരപേക്ഷതയുടെ പതാകവാഹകരായി മാറാൻ കഴിയുകയുള്ളൂ. ആ അർത്ഥത്തിലാണ് നിങ്ങളുടെ വേദിയിൽ ഞാൻ എത്തി നിൽക്കുന്നത്. ഒരിക്കലും മതതീവ്രവാദത്തിൻ്റെ വഴിയിലൂടെ മതനിരപേക്ഷതയ്ക്കു കാവൽ നിൽക്കാൻ കഴിയില്ല. മതതീവ്രവാദത്തിൻ്റെ വാളുയർത്തിപ്പിടിച്ച് ഒരു ഘട്ടത്തിലും ലോകത്തൊരിടത്തും വർഗീയതയെ പരാജയപ്പെടുത്താനും ആർക്കും കഴിഞ്ഞിട്ടില്ല. സമഭാവനയുടെ സന്ദേശമാണ്. അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന പോരാട്ടം, മാനവികതയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഓരോ ചുവടിലും മതതീവ്രവാദത്തിനെതിരായ കൃത്യമായ നിലപാട് കൂടി ഉണ്ടാകണം. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോകരുത്. മതതീവ്രവാദത്തിൻ്റെ വഴിയിലേക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾ പോയി എന്നാൽ അത്രത്തോളം മറുവശത്ത് അല്ലെങ്കിൽ വർഗീയത ശക്തിപ്പെടുന്നു. മതനിരപേക്ഷതയ്ക്കെതിരായ ചുവടുകൾക്ക് ശക്തി പകരുന്നതായിരിക്കും എന്ന തിരിച്ചറിവുണ്ടാകണം. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഏറ്റവും മനോഹരമായ ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൽ ഒരു ബഹുസ്വര സമുദായത്തിൻ്റെ കൃത്യമായ ഉത്തരവാദിത്വവും നിർവഹിക്കപ്പെടണം എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാൻ പലരും ശ്രമിക്കുകയാണ്. പ്രതിരോധത്തിൻ്റെ പേര് പറഞ്ഞ് ആയുധമെടുക്കാൻ പലരും പ്രോത്സാഹിപ്പിക്കുകയാണ്. മക്കം ഫത്തഹിൻ്റെ വിജയ ദിവസം ഖസ്വ എന്ന തഞ്ചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിൽ ആയുധം താഴെ വെച്ച് പൂർണ്ണ പരാജയം സമ്മതിച്ചു നിന്ന ഓരോരുത്തരെയായി കൊല്ലാൻ എൻ്റെ വാൾത്തലപ്പ് ഞാൻ ഉയർത്താമെന്ന് ഓരോ സഹാബാക്കളും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ യൗമു അൽ മർഹമ എന്നാണ്. ഇത് കാരുണ്യത്തിൻ്റെ ദിവസമെന്നാണ്, സമാധാനത്തിൻ്റെ ദിവസമെന്നാണ്. ഒരു യുദ്ധവിജയിയും ചരിത്രത്തിൽ ഒരിക്കലും പുലർത്താത്ത അവധാനതയും മാനവികതയും ഉയർത്തിപ്പിടിച്ചു പ്രവാചകൻ. ഇതാണ് പ്രവാചകൻ കൊടുത്ത സന്ദേശം. അവിടെയാണ് ഇംഗ്ലീഷ് ചരിത്രകാരന്മാർ അത്യാദരവോടെ കുറിച്ചിട്ടത്, നെവർ ഇൻ ദ ഹിസ്റ്ററി വാസ് ദെയർ അനദർ വിക്ടർ who showed such love and mercy for the fallen foe. Not one woman was insulted, not one house was plundered. ഇത് ചരിത്രകാരന്മാർ കുറിച്ചിടേണ്ടി വന്നു. ഒരു വീടും ആക്രമിക്കപ്പെട്ടില്ല. യുദ്ധത്തിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന എതിർസേനയോട് ചരിത്രത്തിലെ ഒരു യുദ്ധവിജയിയും ഇതുപോലെ ഹൃദയവായ്പോടെ പെരുമാറിയിട്ടില്ലെന്നു ചരിത്രം കോറിയിട്ടുണ്ട്. എങ്കിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് തീവ്രവാദത്തിൻ്റെ ആശയമല്ല, മറിച്ച് സ്നേഹത്തിൻ്റെയും ചേർത്തുവയ്പ്പിൻ്റെയും വലിയ സന്ദേശമാണെന്ന് SYS ഇന്നുറക്ക വിളിച്ചു പറയുകയും മാനവസഞ്ചാരത്തിൻ്റെ വഴിയരികിൽ നിങ്ങൾ സമാധാനത്തിൻ്റെ പതാക, സൗഹൃദത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാരംഭിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ജീവൻ നിലനിർത്തുവാനുള്ള ഇന്ത്യ നടത്തുന്ന അതിജീവനത്തിൻ്റെ പോരാട്ടത്തിൽ ഒരു കരുത്താണ്. രാഷ്ട്രീയമായി അത് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനും രാഷ്ട്രീയമായി ചേർന്ന് നിൽക്കുന്നു. എല്ലാ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ഇനിയും മുന്നോട്ട് സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ മനുഷ്യൻ എത്ര മനോഹരമായ ആ പദത്തിലൂടെ നമുക്ക് കടന്നു പോകാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് നിങ്ങളുടെ മാനവ സഞ്ചാരത്തോടൊപ്പം ഞാനും നടക്കുന്നു, ഞാനും നിങ്ങളോടൊപ്പം കൈകോർത്ത് നിൽക്കുന്നു. നന്ദി, നിർത്തുന്നു.